ഞാൻ ഒറ്റ തന്തയ്ക്ക് പിറന്ന മകളാണെന്നാ പറഞ്ഞത്. ബിജെപിയിലോട്ട് ക്ഷണിച്ചവരോട് ക്ഷണിച്ചവരോട് പറഞ്ഞത്. അതിൽ നിന്ന് ഒരേ ഒരു സ്ത്രീയെ ഈ സ്റ്റേജിലുള്ളൂ, ആ എന്നെയാണ് നിങ്ങൾ ഏറ്റവും അവസാനം. അപ്പൊ എനിക്ക് ആരുടെ മുഖത്ത് നോക്കിയും ഉള്ളത് പറയാൻ ഒരു മടിയുമില്ല. എന്നോട് ഇതുവരെ അമ്മ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി ഇദ്ദേഹത്തോടെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അറിഞ്ഞുകൂടാ കേട്ടോ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. കഴിഞ്ഞ എപ്പിസോഡിൽ മേരി ജോർജ് മാഡത്തിന്റെയും AG ജോർജ് സാറിന്റെയും ഓണവിശേഷങ്ങൾ നമ്മൾ പങ്കുവെച്ചതാണ്. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ടാണ് പുതിയൊരു എപ്പിസോഡുമായി വന്നിരിക്കുന്നത്. മാഡം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചാനൽ ചർച്ചകളുടെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു പോയി. പക്ഷേ ആദ്യഘട്ടങ്ങളിൽ മാഡം ഈ ചാനൽ ചർച്ചകളിൽ സജീവമായപ്പോൾ പലരും കരുതിയിരുന്നത് മാഡം ഒരു BJP-കാരിയാണ് എന്നാണ്. പലരും അങ്ങനെ ധരിച്ചിട്ടുണ്ട്, എന്നോട് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു BJP ടച്ച് എപ്പോഴെങ്കിലും വന്നോ മാഡത്തിന്? എനിക്ക് BJP ടച്ച് ഒരിക്കലും വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ഫീലിംഗ് അവർക്കുണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യ ബജറ്റിൽ തന്നെ ഒരു ഇൻട്രോ നൽകിയിരുന്നു അദ്ദേഹം, ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്ത്യയെ 5 Tയിൽ തുടങ്ങുന്ന വാക്കുകളിലൂടെ വികസനത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു 5 T? ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ. ഇതാണ്. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പെട്ടെന്ന് ആർക്കെങ്കിലും സംശയം തോന്നും. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് രാമ ടെമ്പിൾ, അയോധ്യയിലെ രാം ടെമ്പിൾ. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷൻ ഒരു ഹിന്ദു ട്രഡീഷനെ എന്നല്ല, എല്ലാ ട്രഡീഷനുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ BJP-യുടെ ആഗ്രഹത്തിൽ ഈ ഹിന്ദു ട്രഡീഷൻ, ആ ട്രഡീഷൻ ആശ്ചര്യകരമായി പുറത്തു കാണിക്കുന്ന തക്ക കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് അതുവഴിയും ടൂറിസത്തെ വികസിപ്പിക്കുക. അങ്ങനെ ആ ഹിന്ദുത്വ അജണ്ടയെ പ്രോത്സാഹിപ്പിക്കുക. അന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അന്ന് തോന്നിയത് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളും, ഇപ്പം നമുക്ക് ഗുരുവായൂരുണ്ട്, ശബരിമലയുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, മലയാറ്റൂര് ക്രിസ്ത്യൻ പള്ളികളുടേതാണ്, അതുപോലെ നമുക്ക് ഒരുപാട് മുസ്ലിം ആരാധനാലയങ്ങളുണ്ട് പ്രശസ്തങ്ങളായ. അപ്പം അങ്ങനെയൊക്കെ എല്ലാ ട്രഡീഷൻസിനെയും കൂട്ടിയിണക്കുന്ന ഒരു വികസന പദ്ധതി എന്നാണ് ഞാൻ അന്ന് ധരിച്ചു വെച്ചിരുന്നത്. പിന്നെ ആദ്യം ഏറ്റവും കൂടുതൽ ഊന്നൽ അദ്ദേഹം കൊടുത്ത് ടെക്നോളജിക്കാണ്. അപ്പം ടെക്നോളജിയുടെ അഭാവം, ഗ്രോത്ത്, വളർച്ച വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിലെ യൂത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി ഇപ്പം GRE എഴുതി അമേരിക്കയിൽ പോകുന്നത്, അങ്ങനെ എല്ലായിടത്തേക്ക് പോകുന്നത്. ഇവിടുത്തെ ടെക്നോളജിക്കൽ ഗ്രോത്ത് സഫീഷ്യൻ്റ് അല്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ അപ്പോൾ ഈ ടെക്നോളജിക്ക് ഊന്നൽ കൊടുക്കുമെന്ന് പറയുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് ട്രെയിനിങ്. അപ്പോൾ ടെക്നോളജി മാത്രം പോരാ, അതിൻ്റെ കൂടെ ഇന്റേൺഷിപ്പ് പോലെ ട്രെയിനിങ് പോലെ എല്ലാം വേണം. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നു. മൂന്നാമതാണ് ട്രേഡ്, പിന്നെ ട്രഡീഷൻ, ടൂറിസം. അത് പോട്ടെ, ഈ ആദ്യത്തെ 2 എണ്ണത്തിന് കൊടുത്ത ഊന്നൽ അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയും ചെയ്തു അന്ന്. ഇതൊക്കെ കേട്ട് ഈ 5 T വഴി വികസിപ്പിക്കൂ എന്ന് കേട്ട് ബജറ്റിൽ കുറച്ച് ഊന്നൽ ഇതിനൊക്കെ കൊടുത്തിരുന്നു. അത് ഏതാനും വർഷങ്ങൾ കൊണ്ട് 2-3 വർഷമൊക്കെ നമ്മൾ ഈ ബജറ്റിനെ നിരീക്ഷിക്കുന്ന ഒരു കൂട്ടത്തിലായത് കാരണം കൊണ്ട് മനസ്സിലായി ഈ പറഞ്ഞതൊന്നും പ്രവൃത്തിയിൽ വരുത്തുന്നില്ല, വാചക കസർത്ത് മാത്രമാണെന്ന്. അപ്പോൾ ഈ ആദ്യമൊക്കെ എന്നെ ഇപ്പോൾ ജനം TV ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ, ഏത് TV ചർച്ചയ്ക്ക് വിളിച്ചാലും ഈ കേന്ദ്ര ബജറ്റിനെ പറ്റി അന്ന് ഒരു 10 ചാനലിലൊക്കെ ഞാൻ ചർച്ചയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട കോൺസെപ്റ്റ്സിനെ ഫോക്കസ് ചെയ്ത് വളരെ ശക്തമായ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു. സാധാരണ രീതിയിൽ അതുകൊണ്ടാണ് ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പതുക്കെ അതുപോലെ GDP-യുടെ എത്ര ശതമാനം പിന്നെ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് മുതലേ പറയുന്നതാണ്. GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന്. പക്ഷെ ഒരിക്കലും ഇന്ത്യയിൽ അങ്ങനെ മാറ്റിവെച്ചിട്ടില്ല. അപ്പോൾ ഈ BJP ഗവൺമെന്റ് അങ്ങനെ മാറ്റി വെക്കുന്നില്ല. അപ്പോൾ പ്രസംഗം മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഇതൊന്നുമില്ല. അലൊക്കേഷൻസ് നോക്കണം, ഓരോ മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന അലൊക്കേഷൻസ് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. അങ്ങനെ ഘട്ടം ഘട്ടമായി എനിക്ക്
ആ താല്പര്യം കുറഞ്ഞു. ഇപ്പോൾ പ്രസംഗം മാത്രമേ ഉള്ളൂ. BJP ഗവൺമെന്റ് എന്നുള്ള ആ രീതിയിലേക്ക്, ആ വിശ്വാസത്തിലേക്ക്, ആ തരത്തിൽ ഞാൻ കാര്യങ്ങൾ, എനിക്ക് അതിന് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് അത് കാണിക്കാനായിട്ട്. അതാണ് ഒരു പക്ഷേ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ഞാൻ ഘട്ട BJP കാരിയാണ് എന്ന് തോന്നിയെങ്കിലും തോന്നാറുള്ളത്. ഓക്കെ, പക്ഷേ ഈ പല പ്രമുഖരായ ആളുകളെയും BJP ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട്. ചാക്കിട്ട് പിടിച്ചു എന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ്. പക്ഷെ എന്നാലും പല പ്രമുഖരെയും കേരളത്തിൽ ഉൾപ്പെടെ BJP-യിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ BJP-ക്കാരെങ്കിലും മേഡത്തെ സമീപിച്ചിട്ടുണ്ടോ? പലർക്കും ഗവർണർ സ്ഥാനം, വലിയ വലിയ സ്ഥാനങ്ങളൊക്കെയുള്ള വാഗ്ദാനം കൊടുക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും BJP-ക്കാർ മേഡത്തെ സമീപിച്ചോ? BJP-യിലേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ച്? BJP-യിലേക്ക് വരുമോ എന്ന് എന്നോട് ചോദിച്ചവരുണ്ട്. പക്ഷെ അതേപ്പറ്റി ഞാൻ കൂടുതൽ പറയാൻ താല്പര്യം കാണിക്കും. എന്തായാലും ക്ഷണം വന്നിട്ടുണ്ടല്ലേ? ക്ഷണം വന്നിട്ടുണ്ട്. ക്ഷണം വന്നത് ആ ക്ഷണം തന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തി. അതായത് ഞാൻ അന്നേരം എന്നോട് പറഞ്ഞവരോട് പറഞ്ഞത് എന്താണെന്നറിയാം, ഞാൻ ഒറ്റ തന്തയ്ക്ക് പിറന്ന മകളാണെന്നാണ് പറഞ്ഞത്. BJP-യിലോട്ട് ക്ഷണിച്ചവരോട്? ക്ഷണിച്ചവരോട് പറഞ്ഞത്. ഓക്കെ, ഞാനും മേഡമായിട്ടൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൈം മിനിസ്റ്ററിലാണെങ്കിൽ ചർച്ചയ്ക്ക് ഇരിക്കും. മേഡത്തിന് കുറച്ച് സമയമുള്ളതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റും. ചാനൽ ചർച്ചകളിൽ അങ്ങനെ സമയം കിട്ടത്തില്ല. ഇപ്പോൾ ദൂരദർശനിലാണെങ്കിലും മേഡവും ഞാനൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ എനിക്ക് മേഡത്തെ പിടിച്ചു നിർത്താൻ ഭയങ്കര പാടായിട്ട് തോന്നിയിട്ടുണ്ട്. മേഡം അങ്ങനെ സംസാരിച്ചു പോകും. അപ്പോൾ പല ചാനലുകളും അവരുടെ താല്പര്യത്തിനനുസരിച്ചാണല്ലോ അവതാരകർ പെരുമാറാറുള്ളൂ, നമുക്ക് സ്പേസും തരുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും മേഡത്തിന് ഏതെങ്കിലും ചാനലിൽ നിന്ന് നമുക്ക് അത്ര കംഫർട്ട് അല്ല, എനിക്ക് ഈ സമയം തരുന്നില്ല, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട്. അതായത് ഇവിടെ ലോകത്ത് മുഴുവനും തന്നെ സ്ത്രീ പുരുഷ വൈജാത്യം, അതായത് സ്ത്രീകളെ ഒരു രണ്ടാം തരം പൗരന്മാരായി കാണുന്ന ആ രീതി ലോകത്ത് മുഴുവനും എല്ലാ മതങ്ങളിലും എല്ലായിടത്തും ഉണ്ട്, കുടുംബങ്ങളിലും ഉണ്ട് വലിയ പരിധി വരെ. അപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ ചെല്ലുമ്പോഴും എനിക്ക് അത് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ വരെ ആ ചർച്ചയിൽ കാണും. അവരോട് പോലും ചോദിച്ചു കഴിഞ്ഞിട്ടായിരിക്കും എന്നോടുള്ള ചോദ്യം വരിക. അപ്പം ഞാൻ തിരിച്ചുടനെ തന്നെ ചോദിക്കും, ഇപ്പോഴെങ്കിലും എന്നോട് ചോദിച്ചല്ലോ, ഒരു പെണ്ണാണെങ്കിൽ ഇങ്ങനെ ഏറ്റവും അവസാനം ചോദിക്കാവുള്ളൂ എന്നുണ്ടല്ലേ എന്ന് ഞാൻ അപ്പം തന്നെ വെട്ടി തുറന്ന് ചോദിക്കും. എനിക്കതിനൊന്നും ഒരു ശങ്കയുമില്ല. എന്നെ ആര് തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. കാരണം അസമത്വം അപ്പോൾ തന്നെ അതായത് ഏത് മേഖലയിൽ ഈ പറയപ്പെട്ട ഒരു വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ്, പെണ്ണിനൊന്ന് ആണിനൊന്ന്, ആണിനൊരു പ്രയോറിറ്റി പെണ്ണിനൊരു ഇൻഫീരിയോറിറ്റി എന്ന രീതിയിൽ ഒരു ഇത് വന്നാൽ ഞാൻ അപ്പം തന്നെ അത് ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കും. പിന്നെ അവരെന്നെ വിളിക്കുമോ അതൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല. കാരണം ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടല്ല നമ്മളാകുന്നത്. എനിക്ക് അങ്ങനെ ഒരു വിചാരവുമില്ല. അപ്പൊ അങ്ങനെ ഒരു മടിയുമില്ലാതെ ചാനലുകളിൽ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതായത് പുരുഷന്മാരെ എല്ലാം വിളിച്ചു കഴിഞ്ഞ് ഞാൻ കോൺഗ്രസിന്റെ വേദിയിൽ തന്നെ ഈ ഒരു വലിയ മീറ്റിങ്ങിൽ നിറച്ച് ഒരു സ്റ്റേജ് നിറച്ച് പ്രസംഗകരുണ്ട്. അങ്ങനെ എല്ലാവരും പ്രസംഗിച്ച് അവസാനം എന്നെ വിളിച്ചപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് സംഘാടകരോട്, ഈ കേരളത്തിന്റെ പോപ്പുലേഷൻ എത്രയാണെന്നറിയാം? ആ പോപ്പുലേഷന്റെ 52% സ്ത്രീകളാണ്. അതിൽ നിന്ന് ഒരേ ഒരു സ്ത്രീയെ ഈ സ്റ്റേജിലുള്ളൂ. ആ എന്നെയാണ് നിങ്ങൾ ഏറ്റവും അവസാനമല്ല, എനിക്ക് ശേഷം ഒരാളോട് പ്രസംഗിക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ആരുടെയെങ്കിലും അടുത്ത് കൈകൂപ്പി നിന്ന് ഏതെങ്കിലും സ്ഥാനമാനം കാക്ഷിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ എനിക്ക് ആരുടെ മുഖത്ത് നോക്കിയും ഉള്ളത് പറയാൻ ഒരു മടിയുമില്ല. ഓക്കെ, മാഡം വെട്ടിത്തുറന്ന് പറയുന്ന ആളാണെന്ന് നമുക്ക് എപ്പോഴും ചാനൽ ചർച്ചകളിൽ കണ്ട് മനസ്സിലായിട്ടുണ്ട്. തുടക്കകാലം മുതലേ സാറ് പരിചയപ്പെട്ട അന്ന് മുതൽ ഇങ്ങനെയായിരുന്നു മാഡം? അതെ, ഏതാണ്ട് ഇത് തന്നെയാണ്. അതൊരു സ്ഥായിയായ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചില അടിസ്ഥാനപരമായ സ്വഭാവ വിശേഷങ്ങളുണ്ട്. അത് ജമേഷിനുണ്ട്, ജമേഷിനോടൊപ്പം പ്രവർത്തിക്കുന്നവർക്കുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ എല്ലാവരും ഒരുപോലെയല്ല. സന്ദർഭങ്ങളോട് പ്രതികരിക്കുന്നതും സംവാദം ചെയ്യുന്നതും ഒക്കെ പല രീതിയിലാണ്. ഒരുപക്ഷെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇതിനേക്കാളൊക്കെ വളരെ ജമേഷ് പറയുന്ന പോലെ മസിൽ പിടിക്കാതെ തമാശ പറഞ്ഞൊക്കെ ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഒരു പ്രത്യേകതയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു പോരായ്മയായിട്ടൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എൻ്റെ വീട്ടിലാണെങ്കിലും ആ തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ എപ്പോഴും എല്ലാ കാര്യത്തിലും നീ പറഞ്ഞത് തന്നെ ശരി എന്ന് പറയുന്ന ഒരു പ്രകൃതം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അപ്പോൾ അവിടെ ഈ പറഞ്ഞോണ്ടും ഒരു ക്രൈസിസിലേക്ക് ഒരു എക്സ്പോഷറിലേക്ക് വരാതിരിക്കാൻ ഒരു കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് അത് ആവശ്യമാണെന്ന് കരുതി ചിലപ്പോൾ നിയന്ത്രണങ്ങൾ ബോധപൂർവം പാലിച്ചിട്ടുണ്ട്. അത് അടിസ്ഥാനപരമായ ഒരു കുടുംബജീവിതത്തിന്റെ പ്രമാണമാണ്. ജമേഷിന്റെ കുടുംബജീവിതത്തിലും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അതൊരു പോരായ്മയും ദോഷവും ഒന്നും അല്ല നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, എപ്പോഴും
ഒരിക്കലും രണ്ടുപേർ സമന്മാരാവുകയില്ല. സ്ത്രീകൾ തമ്മിലാണെങ്കിലും പുരുഷന്മാർ തമ്മിലാണെങ്കിലും അത് ബന്ധമെന്തോ ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ നമുക്ക് മക്കൾ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരുടെയും പ്രകൃതം ചിലപ്പോൾ പരസ്പര വിരുദ്ധമായെന്ന് വരാം. അതൊക്കെ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മളെ തന്നെ രൂപപ്പെടുത്തുകയും കണ്ടീഷൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ഈ ചർച്ചയിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും പ്രകോപിതനായിട്ടുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളാണ് ഞാൻ കൂടുതൽ വിശകലനം ചെയ്യുന്നത്. സാമൂഹിക പ്രശ്നങ്ങളും അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നേരത്തെ എൻ്റെ വൈഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ യാതൊരു വിവരവും ഇല്ലാതെയുള്ള ആളുകൾ ചില വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുമ്പോൾ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ആളുകളോട് ശക്തമായി പ്രതികരിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരാളിനോടുകൂടി ഇനി മേലാൽ എന്നെ വിളിക്കരുത് എന്ന് ചില ചാനലുകളോട് ഞാൻ പരസ്യമായി അയാൾ ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപൂർവ സന്ദർഭങ്ങളിൽ അല്പം കടത്തിപ്പോലും പറഞ്ഞിട്ടുണ്ട്. തനിക്ക് വിവരമില്ല എന്ന് വരെ പറയേണ്ട സന്ദർഭങ്ങൾ അപൂർവമാണെങ്കിലും ഉണ്ടായിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടൊന്നും അതൊരു അയോഗ്യതയായി ചാനലുകാരെ കണ്ടിട്ടില്ല. പിന്നീടും ജബേഷിനെ അറിയാം. ജബേഷ് എന്നെ എത്രയോ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ 1985 കേരളത്തിൽ ദൂരദർശൻ തുടങ്ങിയപ്പോൾ അന്നും ഇതുപോലെയുള്ള കമേഴ്ഷ്യൽ ചാനൽസ് ഇല്ല. ഒരേ ഒരു ചാനലായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ചാനലായിരുന്നു 1985 ദൂരദർശൻ. അന്ന് ഞാൻ സർവീസിലിരിക്കുമ്പോൾ താരതമ്യേന ചെറുപ്പമായിരുന്നു. അന്ന് ദൂരദർശന്റെ ഒരു പരസ്യം കണ്ടുകൊണ്ട്, അതായത് സ്പോർട്സ് കമന്റേറ്റേഴ്സിനെ വേണം എന്നവർ പരസ്യം ചെയ്തപ്പോൾ ഞാൻ അപേക്ഷിച്ച് ഞാനവിടെ പോയി എൻ്റെ ഓഡിഷൻ ടെസ്റ്റ് പോലും കഴിഞ്ഞ് എന്നെ തെരഞ്ഞെടുത്ത ഒരു അസാധാരണ ഭാഗ്യശാലിയാണ് ഞാൻ. അതിനെ തുടർന്ന് ധാരാളം അന്തർദേശീയ മത്സരങ്ങളിൽ കമന്ററി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കമന്ററേറ്റേഴ്സ് പാനലിലെ ഒരംഗമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി, നാഷണൽ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ്, അതുപോലെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒക്കെ ഒരുപാട് കമന്റേറ്ററാണ് ഞാൻ. കഴിഞ്ഞ വർഷവും നെഹ്റു ട്രോഫിയുടെ ഇംഗ്ലീഷ് വിഭാഗം ഞാനാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ എനിക്ക് ആ തരത്തിൽ വൈവിധ്യങ്ങളായ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് കുറെ കൂടെ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ ഞാൻ എന്നെ തന്നെ രൂപപ്പെടുത്താനായി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ മുഴുവൻ ആളുകളെയും തൃപ്തിപ്പെടുത്തുന്നുണ്ടോ, ഭാവം കൊണ്ടും ഭാഷ കൊണ്ടും അവതരണം കൊണ്ടും തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതൊന്നും എൻ്റെ ഒരു വലിയ വിഷയമല്ല. എന്നാൽ തിരുത്തേണ്ട സന്ദർഭങ്ങളിൽ തിരുത്തൽ ആവശ്യമാണെന്ന് സത്യസന്ധമായി ആത്മാർത്ഥതയോടെ ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ യാതൊരു ദുരഭിമാന ബോധവും ഇല്ലാതെ തിരുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണല്ലോ തുടർച്ചയായിട്ട് ഇപ്പോൾ വിളിക്കുന്നത്. മിക്കവാറും കേരളത്തിലുള്ള എല്ലാ കമേഴ്ഷ്യൽ ചാനലുകളിലും പോയി പങ്കെടുക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഭാര്യയ്ക്കും പല കാരണങ്ങളാൽ സാധിക്കുന്നുണ്ട്, ഇന്നും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനകത്തും ഒന്നും ഒരു പരാജയം ഉണ്ടായതായി വലിയൊരു തിരുത്തലിന്റെ ആവശ്യമുള്ളതായി തോന്നിയിട്ടില്ല. ഓക്കെ, സാറാണെങ്കിലും മാഡം ആണെങ്കിലും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. പക്ഷേ നമ്മൾ പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്, ട്രോളുകൾ വരാറുണ്ട്. അപ്പോൾ മാഡം ഇപ്പോൾ അത്ര ആക്റ്റീവ് അല്ല സോഷ്യൽ മീഡിയയിൽ. വീഡിയോ നമ്മൾ അയച്ചു കൊടുക്കുന്ന വീഡിയോ പോലും പലപ്പോഴും കാണാറില്ല. വാട്സപ്പിൽ പോലും ആക്റ്റീവ് അല്ലാത്ത ആളാണല്ലോ. അപ്പോൾ സാറ് ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും, ചില ട്രോളുകളൊക്കെ കാണാറുണ്ടാവും. ഞാൻ ചിലത് സാറിന് അയച്ചു തരാറുണ്ട്. മക്കൾ ഒരുപക്ഷെ കാണാറുണ്ടാവുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഘട്ടങ്ങളിൽ മക്കൾ പറഞ്ഞിട്ടുണ്ടോ അച്ഛ അമ്മ ഇത്തിരി കൂടി പോകുന്നുണ്ടെങ്കിൽ? അത് പരോക്ഷമായി സൂചിപ്പിച്ചിട്ടുണ്ട് സന്ദർഭങ്ങളിൽ. അത് പറഞ്ഞ അത്രയും വേണമായിരുന്നു എന്ന രീതിയിൽ അവർ മറ്റൊരു ജനറേഷനിൽപ്പെട്ടവരാണല്ലോ. എൻ്റെ രണ്ട് മക്കളും മറ്റൊരു ജനറേഷനിലുള്ളവരാണ്. നമ്മളെക്കാൾ കൂടുതൽ അല്പമൊക്കെ ലോകപരിചയം, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുകയും ഒക്കെ ചെന്ന് 40-45 വയസ്സിൻ്റെയൊക്കെ റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഒന്നാമത് നമ്മുടെ ഈ വർത്തമാന കാലത്തെ വ്യതിയാനങ്ങൾ, രാഷ്ട്രീയ സാമൂഹ്യ വ്യത്യാസങ്ങളൊന്നും അത്ര നമ്മൾ പിന്തുടരുന്നവരല്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ അന്നേരം അത് വേണ്ടായിരുന്നു, അത്രയും വേണമായിരുന്നു, എന്തിനാ അങ്ങനെ അയാളോട് പറയാൻ പോയത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കാഷ്വലായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ അവനോട് അപ്പോൾ അതിന് മറുപടി കൊടുക്കും. എൻ്റെ ഭാര്യയോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുമ്പോൾ അവർ കുറച്ച് കൺവിൻസ്ഡ് ആകാറുണ്ട് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ഒരു ഒഴുക്കാൻ പറ്റില്ല. അവർക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തോന്നിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഇല്ല എന്ന് മനസാക്ഷിക്ക് വിരുദ്ധമായി പറയാനായിട്ട് ആഗ്രഹമില്ല. അത് ശരിയാണ് പറഞ്ഞത്. മാഡത്തിന് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ മക്കള് അമ്മ ഇത്രയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് നേരിട്ട് ഇത് അങ്ങനെ പറഞ്ഞിട്ട് പേടിച്ചിട്ടായിരിക്കും. അത് അങ്ങനെയല്ല, അവർ എന്നെ പേടിയൊന്നുമില്ല. ഞാൻ വളരെ സ്നേഹമുള്ള ഒരു അമ്മയാന്ന് അവർക്കറിയാം. ജീവൻ പോലും മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന അമ്മയാണെന്നറിയാം അവർക്ക്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ ഞാൻ വളരെ കർശന സ്വഭാവത്തോടെ പറയുന്നു അവർക്ക്. ഈ വെട്ടിത്തുറന്ന് പറയുന്നതെല്ലാം മക്കൾ കാണുന്നുണ്ടാവുമല്ലോ. മിക്ക വീഡിയോസ് അവർ എന്തായാലും ശ്രദ്ധിക്കും, ട്രോളുകളും കാണും. എല്ലാം ഒന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടാ. വെട്ടിത്തുറന്ന് പറയുന്നത്
എനിക്ക് എന്നോട് ഇതുവരെ അമ്മ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി ഇദ്ദേഹത്തോട് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. എന്നോട് അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി കുറച്ച് പൊളിറ്റിക്സിലോട്ട് പോകാൻ തോന്നുന്നു. ഓണക്കാലമാണ് എങ്കിൽ കൂടി ഈ ഓണക്കാലത്ത് തന്നെ ഭയങ്കര വിലക്കയറ്റമുണ്ട് സാധനങ്ങൾക്ക്. നമ്മളതിൻ്റെ വീഡിയോ പലപ്പോഴും ചെയ്തിട്ടുള്ളതുമാണ്. സതീശൻ സർക്കാർ വന്ന ശേഷമുള്ള ആദ്യ ഓണമാണ് ഈ വിലക്കയറ്റം, അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം. ഇതിനൊക്കെ എങ്ങനെയാണ് മാഡം നോക്കിക്കാണുന്നത്? ഈ സർക്കാർ എത്രത്തോളം വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു, അതായത് ഞാനിപ്പോൾ സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല, അനൂപ് ജേക്കബ് ഈ തിരുവോണ മാസം വരുന്നതിന് മുൻപ് തന്നെ, അതായത് ഒരു മാസം മുൻപേ തന്നെ ഓണത്തിൻ്റെ വിലക്കയറ്റം പിടിച്ചു നിർത്താം. അന്ന് വിലക്കയറ്റം തുടങ്ങിയിരുന്നു ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ. അപ്പം നാച്ചുറലി കേരളത്തിൽ ഓണമാകുമ്പോഴത്തേക്കും വലിയ തോതിൽ നമ്മൾ ഒരിക്കൽ ഒരു വീഡിയോയും ചെയ്തു. അതായത് ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി സൃഷ്ടിക്കും, വ്യാപാരികളൊക്കെ നേരത്തെ തന്നെ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട്, അങ്ങനെ വാങ്ങി വെച്ചവർക്ക് ഈശ്വരൻ കൊടുത്ത ഒരു അടി ഓർക്കുന്നുണ്ടോ? എവിടെയാ കിട്ടിയത്? ജമേഷ് ഓർക്കുന്നുണ്ടോ? വെള്ളപ്പൊക്കം ഉണ്ടായി, ഓണത്തിന് വേണ്ടി കരുതി വെച്ച സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞവര്. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ അവർ നേരത്തെ വാങ്ങി വെച്ച് ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുക, വില കയറ്റുക. അതൊക്കെയാണ് ഈ വ്യാപാരികളുടെ ഒരു ലക്ഷ്യം. അതിന് എതിരെ ആക്ഷൻ എടുക്കണം എന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ വിജിലൻസ് വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചിരിക്കാം. പക്ഷെ അതിനിടയ്ക്ക് വെള്ളപ്പൊക്കവും കെടുതികളൊക്കെ വന്നപ്പോൾ ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടാകാം. എന്തായാലും വിലക്കയറ്റം സാധാരണ എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുന്നു. പക്ഷേ ഈ അത്യാവശ്യ സാധനങ്ങൾ കൃത്യമായിട്ട് കഴിഞ്ഞ വർഷം ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കറിയാമായിരുന്നു, ഈ കടകളൊക്കെ തന്നെ എംറ്റി ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയല്ല ഇപ്രാവശ്യം. കാരണം അനൂപ് ജേക്കബ് ഇതിനു മുൻപും മന്ത്രിയായിരുന്നു, ആ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നും അദ്ദേഹം ഈ മേഖലയിൽ തന്നെയാണ്. അങ്ങനെ ഒരു അനുഭവമുള്ള മന്ത്രി മോശക്കാരനാകില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഓണം വരുന്നതിന് മുൻപ് തന്നെ, ഓണമാസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിനു വേണ്ട അതായത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ട നടപടികളെടുത്ത് അത്യാവശ്യ സാധനങ്ങൾ ഒക്കെ ന്യായമായ വിലയ്ക്ക് കൊടുക്കത്തക്ക രീതിയിൽ സപ്ലൈകോ വഴി ലഭ്യമാക്കുക, സപ്ലൈകോയ്ക്ക് കടമുണ്ടായിരുന്നത് കൊടുത്തു വീട്ടുക, ഇതൊക്കെ ചെയ്തു. കഴിഞ്ഞ വർഷം സപ്ലൈകോയ്ക്ക് നമുക്ക് ഓർമ്മയുണ്ട്, ഓണത്തിന്റെ സമയത്ത് ഈ ഓപ്ഷൻ എടുക്കുന്നവര്, ആ കരാറുകാർ വന്ന് എടുക്കാൻ പോലും തയ്യാറല്ലായിരുന്നു. കാരണം അവർക്കൊക്കെ ഒരുപാട് കുടിശ്ശിക കൊടുക്കാനുണ്ടായിരുന്നു. അതുപോലെയല്ല ഇപ്രാവശ്യം കുടിശ്ശികയൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ കൊടുത്തു തീർത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും, അതായത് സപ്ലൈകോയ്ക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്തപ്പോൾ സാധാരണ രീതിയിൽ പിന്നെ ഈ പരാജയപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുന്നവര് ഒരു ചെറിയ കാരണങ്ങൾ എവിടുന്നെങ്കിലുമൊക്കെ കണ്ടെത്തി തേടി പിടിച്ച് വിമർശിക്കാൻ വേണ്ടി നോക്കിയിരിക്കും. അങ്ങനെ പറയുന്നവരായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ പിന്നെ ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം ഈ ഓണത്തിനോടനുബന്ധിച്ചാണല്ലോ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. അതിൻ്റെ കെടുതികളിൽ നിന്നൊക്കെ നമ്മൾ തലയൂരി വരുന്നേ ഉള്ളൂ. അത് മാത്രമല്ല ഇക്കൊല്ലം മഴയുണ്ടായിട്ടില്ല. അപ്പം ഓണത്തിന് പിന്നെ കൊടുക്കാൻ വേണ്ടി വെജിറ്റബിൾസിൻ്റെ കൃഷി ചെയ്തിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും വെജിറ്റബിൾസിൻ്റെ, പഴങ്ങളുടെ ഒക്കെ വില കൂടിയിട്ടുണ്ട്. അത് അസാധാരണ, അതായത് ഈ പ്രാവശ്യത്തെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് അത് പ്രധാനമായിട്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ കഴിവുകേട് കൊണ്ടോ ഇടപെടൽ കുറവ് കൊണ്ടോ അല്ല, ക്ലൈമറ്റിലുണ്ടായ മാറ്റം കൊണ്ടാണ് ഈ തരത്തിലുള്ള മാറ്റങ്ങൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് വരാനിരിക്കുന്നത്. അപ്പം നിത്യോപയോഗ സാധനങ്ങൾ എങ്കിലും വില പിടിച്ചു നിർത്താനുള്ള ശ്രമം കൃത്യമായി നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.